അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആകാശം പോലെ വിശാലമായ മരുഭൂമി, മണൽക്കാട്ടിൽ ചിതറിക്കിടക്കുന്ന വലുതും ചെറുതുമായ കരിമ്പാറക്കൂട്ടങ്ങൾ, തങ്കഞ്ഞൊറികൾ അലങ്കാരം ചാർത്തിയ മണൽക്കുന്നുകൾ, ഒരു പകൽ എരിഞ്ഞടങ്ങുകയാണ്. തളർന്ന സൂര്യമുഖം അരുണവർണ്ണങ്ങൾ വാരിവിതറി മരുഭൂമിയെ സുന്ദരമാക്കിയിരിക്കുന്നു. മണലാരണ്യവും ആകാശവും ഉമ്മ വച്ചു നിൽക്കുന്ന വടക്ക് പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഒരു സ്വർണത്തിളക്കം, തങ്കവർണ്ണമാർന്നൊരു മേഘത്തുണ്ട്. അതെ, ചക്രവാള സീമകൾ പിന്നിട്ടു. മോഹന മേഘരാജി മുന്നോട്ടു വരികയാണ്. വലിയൊരു മേഘക്കൂട്ടമായി വളർന്നു. ഭൂതലം തൊട്ട് ആകാശം മുട്ടെ വളർന്നുവരുന്ന മേഘപടലം ഇപ്പോൾ ദൃശ്യം കുറച്ചുകൂടി വ്യക്തമാകുന്നു. കരിമ്പാറക്കൂട്ടങ്ങൾക്കും മണൽക്കുന്നുകൾക്കും ഇടയിലൂടെ വളഞ്ഞു പുളഞ്ഞു വരുന്ന ഒരു മരുപ്പാത. അതിലൂടെ ഒഴുകിവരുന്നതു മേഘമല്ല, പൊടിപടലങ്ങൾ. പൊടിപടലങ്ങൾക്കിടയിൽ ചില ചിത്രങ്ങൾ തെളിയുന്നു. മുമ്പിൽ കുതിച്ചു പായുന്ന കുതിരകൾ, കുതിരപ്പുറത്ത് ആയുധധാരികളായ മനുഷ്യരൂപങ്ങൾ. അതിനു പിന്നിൽ വലിഞ്ഞു നടക്കുന്ന ഒട്ടകക്കൂട്ടം, അതെ, ഖാഫില. അശ്വഭടന്മാർക്കും ഒട്ടകങ്ങൾക്കും മധ്യേ ഒരപൂർവ ദൃശ്യം. തുറന്നൊരു ഒട്ടകക്കൂടാരത്തിൽ തേജസ്വിയായൊരു മാന്യദേഹം ഇരിക്കുന്നു. അസാമാന്യമായ ശരീരഘടന, ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖം. ഖാഫില എന്നറിയപ്പെടുന്ന കച്ചവട സംഘം. സംഘത്തെ നയിക്കുന്ന നായകനാണു തുറന്ന ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്യുന്നത്. ഹാഷിം. ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ മക്കയുടെ നായകൻ ഹാഷിം. ഹാഷിമിൽ നിന്ന് നമുക്ക് കഥ തുടങ്ങാം. ധീരനും ബുദ്ധിമാനും സമ്പന്നനുമായ ഹാഷിം. മക്കയുടെ ഭരണാധികാരിയായ ഹാഷിം. അറേബ്യയിലെ ഗോത്രങ്ങൾക്കെല്ലാം ഹാഷിമിനെ അറിയാം. ഗോത്രത്തലവന്മാർക്കും രാജാക്കന്മാർക്കും യോദ്ധാക്കൾക്കും ഹാഷിം സുപരിചിതൻ. ഹാഷിം ഒരു കത്ത് കൊടുത്താൽ ആരും വില കൽപ്പിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും അനുസരിക്കും. ഹാഷിമിനെക്കുറിച്ച് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ. അബ്സീനിയ രാജാവ് ഹാഷിമിന്റെ കൂട്ടുകാരനാണ്. സിറിയയും ഈജിപ്തും ഭരിക്കുന്ന ചക്രവർത്തി ഖൈസർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവർ പരസ്പരം സന്ദേശങ്ങൾ കൈമാറും, സമ്മാനങ്ങൾ കൊടുത്തയക്കും, സുഖവിവരങ്ങൾ അന്വേഷിക്കും. ഒന്നോർത്തു നോക്കൂ, എന്താ ഹാഷിം എന്ന നേതാവിന്റെ പദവി? ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഹാഷിം മക്കയുടെ നേതാവാണ്. മക്കയിൽ കഅബ എന്നൊരു പുണ്യഭവനമുണ്ട്. അല്ലാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം. അതിന്റെ അധിപനെ ലോകം ആദരിക്കുന്നു. ഇനി ചോദിക്കട്ടെ, ഖാഫില എന്ന് കേട്ടിട്ടുണ്ടോ? കച്ചവട സാധനങ്ങളുമായി പോകുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്കാണ് ഖാഫില എന്ന് പറയുന്നത്. കച്ചവട സാധനങ്ങൾ വലിയ കെട്ടുകളാക്കി ഒട്ടകപ്പുറത്തു ബന്ധിക്കും. ഒരു സംഘത്തിൽ 1000 ഒട്ടകങ്ങൾ വരെ കാണും. മരുഭൂമിയിലൂടെ അനേക ദിവസം യാത്ര ചെയ്യണം. മരുഭൂമിയിൽ കള്ളന്മാരുണ്ടാകും. ഖാഫിലയെ ആക്രമിക്കും, സ്വത്തു പിടിച്ചെടുക്കും, കൂടെയുള്ള മനുഷ്യരെ പിടിച്ചുകെട്ടും, അടിമകളാക്കും, അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. ഹാഷിമിന്റെ ഖാഫിലയെ ആക്രമിക്കാൻ ഒരു കൊള്ളസംഘത്തിനും ധൈര്യമില്ല. എന്താ കാരണം? കച്ചവട സംഘം കടന്നു പോകുന്നത് ചിലപ്പോൾ അബ്സീനിയ രാജാവിന്റെ പ്രദേശത്തുകൂടിയായിരിക്കും. അവിടെ വെച്ച് ആഗമിച്ചാൽ കള്ളന്മാരെ അബ്സീനിയ രാജാവായ നജ്ജാഷി വെറുതെ വിടുമോ? ഇല്ല, പിടികൂടി കൊന്നുകളയും. ജീവനിൽ പേടിയില്ലാത്ത കള്ളന്മാരുണ്ടോ? കിസ്റ്റായുടെ പ്രദേശങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. അറേബ്യയിലെ ഗോത്രക്കാരെല്ലാം ഹാഷിമിനോട് സഹകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഖാഫില സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. കഥ തുടങ്ങുകയാണ്. ഹാഷിം തന്റെ ഖാഫിലയുമായി ഷാമിലേക്ക് പുറപ്പെട്ടു. ദീർഘയാത്ര. യാത്രക്കിടയിൽ മരുപ്പച്ചകളിൽ വിശ്രമിച്ചു. എന്താണ് മരുപ്പച്ച? മരുഭൂമിയിലെ ആൾപ്പാർപ്പുള്ള പ്രദേശം. അവിടെ ഈത്തപ്പന മരങ്ങൾ കാണും, കിണറും വെള്ളവുമുണ്ടാകും, സസ്യങ്ങളും പുല്ലുകളും മുളയ്ക്കും. ഖാഫിലക്കാർ മരുപ്പച്ചയിൽ വിശ്രമിക്കും. തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കും. ഒട്ടകങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നൽകും. ക്ഷീണം മാറ്റി യാത്ര തുടരും. ഒരു മരപ്പച്ച വിട്ടാൽ മറ്റൊരു മരുപ്പച്ചയിലെത്താൻ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടതായി വരും. ദീർഘയാത്രയ്ക്ക് ശേഷം ഹാഷിമും സംഘവും ഷാമിലെത്തി. അവിടുത്തെ ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. പല നാട്ടുകാർ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ട്. വില പറയൽ, വിലപേശൽ, വില ഉറപ്പിക്കൽ. കച്ചവടം വളരെ സജീവം. കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ വിറ്റുതീർന്നു. മക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി അവർ യാത്ര തിരിച്ചു. അവർ യസ്രിബിലെത്തി. നിങ്ങൾ യസ്രിബ് എന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടുകാണില്ല. മക്ക, മദീന, മുനവറ എന്നൊക്കെ കേട്ടിരിക്കും. മദീന മുനവറയുടെ പഴയ പേരാണു യസ്രിബ്. ഹാഷിമും സംഘവും കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കാമെന്നു കരുതി. ഒഴിവു സമയത്ത് യസ്രിബിലെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു. കച്ചവടം പൊടിപൊടിക്കുന്നു. അവരൊരു പെൺകുട്ടിയെ കണ്ടു. മിടുമിടുക്കിയായ കച്ചവടക്കാരി.
കച്ചവടത്തിലുള്ള അവളുടെ മിടുക്ക് ഹാഷിമിന് ഇഷ്ടപ്പെട്ടു. അവളെപ്പറ്റി കൂടുതൽ അറിയാൻ താൽപ്പര്യമായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. തുടരും ഇൻഷാ അല്ലാഹ്.